Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലയാളികളുടെയൊക്കെ ഇഷ്ടമീനായ മത്തി വെച്ചിട്ടുള്ളൊരു കറിയാണ്, മത്തി മുളകിട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 വലിയ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 തണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പൊ തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. ഞാനിത് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുന്നത്. എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തിൽ 3 ചുള കുടംപുളി കുറച്ച് മുമ്പേ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയും പുളിവെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു വരണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഈ കറിക്ക് അധികം ഗ്രേവി ഒന്നുമുള്ള കറിയല്ല. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം. ലേശം ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇച്ചിരി വലുപ്പമുള്ള മത്തിയാണ്, അതുകൊണ്ട് ഞാനിത് 2ആയിട്ട് മുറിച്ചാണ് ഇടുന്നത്. ചെറിയ മത്തിയാണെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മത്തി മൊത്തത്തിൽ ഈ കറിക്കകത്ത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചെറിയ മത്തിയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വലുതായോണ്ടാണ് ഞാൻ മുറിച്ചിട്ടത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മത്തി ആയതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇത് ഇളക്കുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം. സ്പൂണിട്ട് മൊത്തത്തിൽ അങ്ങ് ഇളക്കരുത്. ഒന്ന് സൈഡിൽ കൂടെ ഒക്കെ ഇളക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ചട്ടി ചുറ്റിക്കാൻ വശമുള്ളവരാണെങ്കിൽ ഒന്നെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പം മീനിന്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം മത്തി വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ചാറും കൂടെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ കുടംപുളി എങ്ങനെ ഇതിലേക്ക് ചേർത്തത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. 1/4 കപ്പ് വെള്ളത്തിൽ 3 ചുള കുടംപുളി ഇട്ടിട്ട് ഞാനിത് തിളപ്പിക്കുകയായിരുന്നു. അല്ലാതെ തിളച്ച വെള്ളത്തിലേക്ക് 3 കുടംപുളി ഇട്ട് കൊടുക്കുകയല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ചാറെല്ലാം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പിച്ചി കീറി ഇട്ട് കൊടുക്കണേ. അപ്പൊ കറിവേപ്പിലയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ല് കറിയിലോട്ട് ഇറങ്ങും. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചാറൊക്കെ നന്നായിട്ട് കുറുകി കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെ ഇത് സൂപ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കണേ.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.